അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ മോഹൻലാൽ ഭീമനായി അവതരിക്കുന്ന രണ്ടാം ഊഴമെന്ന ബ്രഹ്മാണ്ഡ ചിത്രം വരുന്നു. മോഹൻലാലിന്റെ ഇനി വരാനിരിക്കുന്ന വമ്പൻ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ലാലേട്ടന്റെ ഇനി വരാനിരിക്കുന്ന സിനിമകളെ പറ്റിയാണ്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യം പറയുന്ന മോഹൻലാൽ ചിത്രം L365 എന്ന മോഹൻലാലിന്റെ ഇതുവരെ പേരിട്ടിട്ടില്ലാത്ത ചിത്രമാണ്. ഏറെ നാളുകൾക്ക് ശേഷം മോഹൻലാൽ പോലീസ് വേഷത്തിൽ എത്തുന്നു എന്നതാണ് ഈ ഒരു ചിത്രത്തിന്റെ പ്രത്യേകത. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ഈ ഒരു ചിത്രം താൽക്കാലികമായി L365 എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ ഒരു സിനിമയിലൂടെ മോഹൻലാൽ വളരെ കാലത്തിനു ശേഷം പോലീസ് വേഷത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. തല്ലുമാല, വിജയ് സൂപ്പറും പൗർണമിയും തുടങ്ങിയ സിനിമകളിലൂടെ നടനായും അഞ്ചാം പാതിര എന്ന സിനിമയിലൂടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായും പ്രവർത്തിച്ച ഓസ്റ്റിൻ ഡാൻ തോമസ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആദ്യമായി മോഹൻലാൽ നായകനാകുന്നു എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. ഈ ഒരു സിനിമയുടെ തിരക്കഥാ സംഭാഷണം ഒരുക്കിയിരിക്കുന്നത് രതീഷ് രവിയാണ്. ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ഈ ഒരു ചിത്രത്തിന്റെ ചിത്രീകരണം അടുത്തു തന്നെ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടുത്തതായി ഞാൻ പറയുന്ന മോഹൻലാൽ ചിത്രം ആരാധകർ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാൽ അനു മേനോൻ ടീം ഒന്നിക്കുന്ന സിനിമ. സിനിമയുടെ പ്രഖ്യാപനം ആരാധകരെ ഒന്നടങ്കം ആവേശത്തിലാഴ്ത്തിയിരുന്നു. മോഹൻലാൽ തന്നെയാണ് സിനിമയുടെ പ്രഖ്യാപനം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിയത്. പ്രണയവും വിരഹവും സംഗീതവും ചേർന്ന യാത്രയാകും ഈ ചിത്രമെന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു. ഇതുവരെ പേരിട്ടിട്ടില്ലാത്ത ഈ ഒരു ചിത്രം അടുത്ത വർഷം സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നും മോഹൻലാൽ ആരാധകരെ സംതൃപ്തിപ്പെടുത്തുന്നതെല്ലാം സിനിമയിൽ ഉണ്ടാകുമെന്നും അനു മേനോൻ പറഞ്ഞു. 5 പാട്ടും 3 ഫൈറ്റും സിനിമയിൽ ഉണ്ടാകുമെന്നും ഇതൊരു വലിയ സിനിമയായിട്ട് തന്നെയാണ് ഒരുങ്ങുന്നതെന്നും സിനിമയുടെ സ്ക്രിപ്റ്റ് പുരോഗമിക്കുകയാണെന്നും അനു മേനോൻ പറഞ്ഞു. കൽക്കട്ടയിലെ ദുർഗാപൂജയിലാണ് സിനിമയിലെ പ്രധാന സീക്വൻസ് ഷൂട്ട് ചെയ്യേണ്ടത്. അത് ഇനി അടുത്ത വർഷമേ നടക്കുകയുള്ളൂ. അവിടെ 20 ദിവസം ഷൂട്ട് ആ ഫെസ്റ്റിവലിലുണ്ട്. ഫൈറ്റ് സീക്വൻസ് ആണ് അതിനിടയിൽ ഷൂട്ട് ചെയ്യാനുള്ളത്. അവിടെ തന്നെ ഷൂട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് വൈകുന്നത്. എന്തായാലും മോഹൻലാലും അനു മേനോനും ഒന്നിക്കുന്ന ഈ ഒരു ചിത്രം വലിയ പ്രതീക്ഷയിൽ വരുന്ന സിനിമയാണ്. ഇതെന്തായാലും ഒരു വലിയ വിജയമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി ഞാൻ പറയുന്ന ഒരു ചിത്രം മോഹൻലാൽ ആരാധകർ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. മോഹൻലാലിനെ നായകനാക്കി കൃഷാന്ത് സംവിധാനം ചെയ്യുന്ന ചിത്രം. ആവാസവ്യൂഹം, പുരുഷപ്രേതം എന്നീ സിനിമകളിലൂടെ ശ്രദ്ധേയനായ സംവിധായകൻ കൃഷാന്ത് മോഹൻലാലിനൊപ്പം ഒരു ചിത്രം ചെയ്യുന്നുവെന്ന വാർത്ത സിനിമാ പ്രേമികൾ ഏറെ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. മോഹൻലാലിനൊപ്പമുള്ള ചിത്രം ഒരു ഡിറ്റക്റ്റീവ് കോമഡി ജോണറിലാകും ഒരുങ്ങുന്നതെന്ന് കൃഷാന്ത് വെളിപ്പെടുത്തിയിരുന്നു. ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത് മണിയമ്പിള്ള രാജു ആണ്. അടുത്തതായി ഞാൻ പറയുന്നത് മോഹൻലാൽ ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു മൂന്നാം ഭാഗത്തെ പറ്റിയാണ്. ലൂസിഫർ എന്ന ചിത്രത്തിന്റെ മൂന്നാം ഭാഗം. ലൂസിഫർ എന്ന ബ്ലോക്ക് ബസ്റ്റർ മോഹൻലാൽ ചിത്രത്തിലൂടെയാണ് 2019 പൃഥ്വിരാജ് സുകുമാരൻ സംവിധാന രംഗത്തേക്ക് അരങ്ങേറുന്നത്. അതിനുശേഷം ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള എമ്പുരാൻ എന്ന ചിത്രവും പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്തു. ബോക്സ് ഓഫീസിൽ ലൂസിഫറിനേക്കാൾ വലിയ വിജയമാകാൻ എമ്പുരാന് കഴിഞ്ഞെങ്കിലും പ്രേക്ഷകരിൽ നിന്ന് സമ്മിശ്ര പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചത്. ഒപ്പം പ്രതീക്ഷിക്കാതെ ചില അനാവശ്യ വിവാദങ്ങളിലും ചിത്രം ചെന്നുപെട്ടു. എമ്പുരാൻ റിലീസിന് ശേഷം കടുത്ത സോഷ്യൽ മീഡിയ ആക്രമണം നേരിട്ട പൃഥ്വിരാജ് സുകുമാരൻ ലൂസിഫറിന്റെ മൂന്നാം ഭാഗം ഉപേക്ഷിച്ചേക്കുമെന്ന് ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാ പ്രവചനങ്ങളെയും തകിടം മറിച്ചുകൊണ്ട് L3 അസ്രയേൽ എന്ന് പേരിട്ടിരിക്കുന്ന മൂന്നാം ഭാഗം ഉറപ്പായും പുറത്തു വരുമെന്ന് സംവിധായകൻ പൃഥ്വിരാജ് സ്ഥിരീകരിച്ചു. ഈ ഒരു ചിത്രം പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. ലൂസിഫർ എന്ന ഈ ഒരു ചിത്രത്തിന്റെ മൂന്നാം ഭാഗമായിട്ടുള്ള അസ്രയേൽ എന്ന ചിത്രം പുറത്തു വരട്ടെ എന്നും ഇതൊരു വമ്പൻ വിജയമായി മാറട്ടെ എന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ഞാൻ പറയുന്നത് മോഹൻലാൽ ആരാധകർ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയെ പറ്റിയാണ്. മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത റാം എന്ന ചിത്രം. അഭിഷേക് ഫിലിംസിന്റെ ഉടമ രമേഷ് പിള്ളയാണ് റാമിന്റെ നിർമ്മാണം. തൃഷയാണ് ചിത്രത്തിലെ നായിക. സിനിമയിൽ വ്യത്യസ്ത ഗെറ്റപ്പുകളിലാണ് മോഹൻലാൽ എത്തുന്നത്. തന്റെ ജീവിതത്തിൽ ഇന്നോളം ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചിലവേറിയ സിനിമയാണിതെന്ന് ജിത്തു ജോസഫ് നേരത്തെ പറഞ്ഞിരുന്നു. എറണാകുളം, ധനുഷ്കോടി, ഡൽഹി, ഉസ്ബെക്കിസ്ഥാൻ, കെയ്റോ, ലണ്ടൻ എന്നിവിടങ്ങളിലാണ് പ്രധാന ലൊക്കേഷനുകൾ. സിനിമയുടെ ആദ്യഘട്ട ചിത്രീകരണം 2020 തുടക്കത്തിൽ കൊച്ചിയിൽ തുടങ്ങിയിരുന്നു. വിദേശ രാജ്യങ്ങൾ പ്രധാന ലൊക്കേഷനായതിനാൽ കോവിഡ് വ്യാപനത്തോടെ ചിത്രീകരണം പൂർണ്ണമായി നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീട് 2022 ചിത്രീകരണം വീണ്ടും തുടങ്ങിയെങ്കിലും അതും ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നിരുന്നു. പിന്നീട് ഈ ഒരു സിനിമ പൂർണ്ണമായി ഉപേക്ഷിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു ചിത്രം വീണ്ടും ആരംഭിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ ഒരു ചിത്രം ഒരു വമ്പൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി ഞാൻ പറയുന്നത് മലയാള സിനിമ ആരാധകർ മാത്രമല്ല ലോകമെമ്പാടുമുള്ള സിനിമ ആരാധകർ കാത്തിരിക്കുന്ന ഒരു ചിത്രത്തെ പറ്റിയാണ്. ദൃശ്യം എന്ന ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ദൃശ്യം 3. ദൃശ്യം എന്ന ചിത്രം ലോകമെമ്പാടുമുള്ള വിവിധ ഭാഷകളിൽ റീമേക്ക് ചെയ്യപ്പെട്ട ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും ആരാധകരുമുണ്ട്. ദൃശ്യം 1ഉം 2ഉം വലിയ വിജയമായതോടുകൂടി ദൃശ്യം 3ക്കായി ആരാധകർ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വളരെയധികം കാലമായി. ദൃശ്യം 3 മലയാളത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. ഈ ഒരു ചിത്രം ഒരു വമ്പൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
അടുത്തതായി ഞാൻ പറയുന്ന ചിത്രം മോഹൻലാലിൻ്റെതായി ഉടൻ റിലീസിനൊരുങ്ങുന്ന ചിത്രമാണ്. മോഹൻലാലിനെ നായകനാക്കി നന്ദകിഷോർ സംവിധാനം ചെയ്യുന്ന വൃഷഭ എന്ന പാൻ ഇന്ത്യൻ ചിത്രം. നന്ദകിഷോർ സംവിധാനം ചെയ്യുന്ന വൃഷഭ 5 ഭാഷകളിലാണ് റിലീസിനെത്തുന്നത്. കണക്ട് മീഡിയയും AVS സ്റ്റുഡിയോസുമായി ബാലാജി ടെലിഫിലിംസിന്റെ ബാനറിൽ ഏക്ത കപൂർ സംയുക്തമായി നിർമ്മിക്കുന്ന ചിത്രം ആക്ഷൻ എന്റർടൈനറായാണ് ഒരുങ്ങുന്നത്. ചിത്രത്തിൽ മോഹൻലാലിന്റെ മകനായി തെലുങ്ക് നടൻ റോഷൻ മെഗ എത്തുന്നു. അച്ഛനും മകനും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെയും പ്രതികാരത്തിന്റെയും കഥയാണ് ചിത്രം പറയുന്നത്. മലയാളം, തെലുങ്ക്, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിൽ വേൾഡ് വൈഡായ നവംബർ 6 ചിത്രം റിലീസിനെത്തുകയാണ്. ഈ ഒരു സിനിമ ഒരു വമ്പൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി ഞാൻ പറയുന്ന ചിത്രം മോഹൻലാൽ അതിഥി വേഷത്തിലെത്തുന്ന ഒരു സിനിമയാണ് ജയിലർ 2. ജയിലർ 1 എന്ന ചിത്രത്തിലും മോഹൻലാൽ അതിഥി വേഷത്തിലെത്തിയിരുന്നു. രജനീകാന്ത് നായകനായെത്തിയ ജയിലർ 1 വമ്പൻ വിജയമായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ 2ാം ഭാഗത്തിലും മോഹൻലാൽ അതിഥി വേഷത്തിലെത്തുന്നുണ്ട്. ഈ സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ്. അടുത്തതായി ഞാൻ പറയുന്നത് പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മോഹൻലാൽ അതിഥി വേഷത്തിലെത്തുന്ന ഒരു മലയാള ചിത്രത്തെ പറ്റിയാണ്. ബബ് ഹബ്ബ, ഭയം, ഭക്തി, ബഹുമാനം. ദിലീപിനെ നായകനാക്കി ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ധനഞ്ജയ് ശങ്കറാണ്. നടി നൂറിൻ ഷരീഫും ഭർത്താവ് ഫാഹിദ് സബറും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. മാസ് കോമഡി എന്റർടൈനറായി ഒരുങ്ങുന്ന ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഈ ഒരു ചിത്രം ഒരു വമ്പൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി ഞാൻ പറയുന്നത് മലയാള സിനിമ ആരാധകർ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെയുള്ള ആരാധകർ കാത്തിരിക്കുന്ന ഒരു ചിത്രത്തെ പറ്റിയാണ്. 2ാം ഊഴം. MD വാസുദേവൻ നായരുടെ 2ാം ഊഴം എന്ന നോവലിനെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ചിത്രത്തിൽ മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായ ഭീമന്റെ വേഷം അവതരിപ്പിക്കും. മോഹൻലാലിനെ നായകനാക്കി MD വാസുദേവൻ നായരുടെ 2ാം ഊഴം എന്ന ചിത്രം സിനിമയാകുന്നുവെന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇടക്കാലത്ത് VA ശ്രീകുമാരമേനോൻ 2ാം ഊഴം സംവിധാനം ചെയ്യാൻ ചില തയ്യാറെടുപ്പുകൾ നടത്തിയതാണ്. പിന്നീട് MD വാസുദേവൻ നായരും ശ്രീകുമാരമേനോനും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും MD ശ്രീകുമാരമേനോന്റെ കയ്യിൽ നിന്നും തിരക്കഥ തിരികെ വാങ്ങിക്കുകയും ചെയ്തു. അതിനുശേഷം MD വാസുദേവൻ നായർ മരണമടയുകയും അതോടുകൂടി ഈ ഒരു സിനിമ നടക്കില്ലെന്ന് എല്ലാവരും കരുതിയതാണ്. എന്നാൽ ഇപ്പോൾ 2ാം ഊഴം എന്ന ചിത്രം ഉടൻ ഉണ്ടാകുമെന്നും ചിത്രത്തിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങിയെന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. മോഹൻലാൽ ഭീമനായി എത്തുന്ന ഈ ഒരു ചിത്രത്തിനായി ആരാധകർ ഒന്നടങ്കമാണ് കാത്തിരിക്കുന്നത്. ഈ ഒരു സിനിമ ഒരു വമ്പൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ ചിത്രങ്ങളിൽ നിങ്ങൾ കാണാൻ കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഞാൻ ഈ പറഞ്ഞ ചിത്രങ്ങൾ കൂടാതെ മറ്റേതെങ്കിലും മോഹൻലാലിൻ്റെതായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ചിത്രം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതുമൊന്ന് കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് ആദ്യമേ തന്നെ എത്തുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ വീഡിയോ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്യുക.